എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGCയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ഇക്വലൻസിയുടെ ആവശ്യമില്ല എന്ന് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലുള്ള VCമാർ യോഗം കൂടി എടുത്ത തീരുമാനമാണ്. അതിനുശേഷം അത് പാസ്സാക്കി. അവർ ഇറക്കിയ ഓർഡർ 16/6/2021 ഈ സംഭവം നടന്നത്. ഇതിനു പുറമെ 2019 ഹയർ എഡ്യൂക്കേഷൻ ഇറക്കിയ സർക്കുലറും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. UGC അംഗീകാരമുണ്ടെങ്കിൽ ഇക്വലൻസി വേണ്ട എന്ന് പറഞ്ഞ ഓർഡറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ ഓർഡർ ഇറക്കിയ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള പ്രമുഖർ, അവരുടെ പേരുകൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട് പ്രൊഫസർ രാജൻ ഗുരുക്കൾ PA, വൈസ് ചാൻസലർ KSHEC ചെയർമാൻ SLAC. രണ്ടാമത് പ്രൊഫസർ VP മഹാദേവൻ പിള്ള, വൈസ് ചാൻസലർ കേരള സർവകലാശാല. മൂന്നാമതായിട്ട് പ്രൊഫസർ AK ജയരാജ്, വൈസ് ചാൻസലർ കാലിക്കറ്റ് സർവകലാശാല. നാലാമതായിട്ട് വരുന്നത് പ്രൊഫസർ സാബു തോമസ്, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ. അഞ്ചാമതായിട്ട് വരുന്നത് പ്രൊഫസർ ധർമ്മരാജൻ PK, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ. ആറാമതായിട്ട് വരുന്നത് പ്രൊഫസർ V അനിൽകുമാർ, വൈസ് ചാൻസലർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല. ഏഴാമതായിട്ട് വരുന്നത് ഡോക്ടർ രാജശ്രീ MS, വൈസ് ചാൻസലർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല. എട്ടാമതായിട്ട് വരുന്നത് ഡോക്ടർ K മോഹനൻ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് വൈസ് ചാൻസലർ. ഒമ്പതാമതായിട്ട് വരുന്നത് പ്രൊഫസർ R ശശീന്ദ്രൻ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. പത്താമതായിട്ട് വരുന്നത് പ്രൊഫസർ R ചന്ദ്രബാബു, വൈസ് ചാൻസലർ കേരള കാർഷിക സർവകലാശാല. 11മതായിട്ട് വരുന്നത് പ്രൊഫസർ DK നാരായണൻ, വൈസ് ചാൻസലർ കേരള കലാമണ്ഡലം കലാസാംസ്കാരിക സർവകലാശാല. 12മതായിട്ട് വരുന്നത് ഡോക്ടർ KC സണ്ണി, വൈസ് ചാൻസലർ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസസ് ലീഗ് സ്റ്റഡി. 13മതായിട്ട് വരുന്നത് ഡോക്ടർ സജി ഗോപിനാഥ്, കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. 14മതായിട്ട് വരുന്നത് ഡോക്ടർ രാജൻ വർഗീസ്, മെമ്പർ സെക്രട്ടറി KSHEC കൺവീനർ SLAC ചെയർമാനും പ്രൊഫസർ രാജൻ ഗുരുക്കൾ. ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ചാൻസലറുടെ നിർദ്ദേശങ്ങളുടെ ബാർ KSHEC ബാർ GO പുറത്തിറക്കിയ തുല്യത കൈപ്പുസ്തക കത്തിൻ്റെ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി ബിരുദങ്ങളുടെ തുല്യത, അംഗീകാരം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് PSCക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാതിരിക്കാൻ സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്യാൻ സർക്കാരിനെ ഉപദേശിക്കാനും തീരുമാനിച്ചു. ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലും യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധിക്കരുതെന്ന് PSCയോട് നിർദ്ദേശിച്ചു. 2019 ഹയർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ ഓർഡർ കൂട്ടിച്ചേർത്താണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. UGC അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുകയും ഹയർ സെക്കൻഡറി തസ്തികയിൽ സെറ്റ് സർട്ടിഫിക്കറ്റ് നേടി അനർഹരായ നിരവധി അധ്യാപകർ ജോലിയിൽ ഇപ്പോഴും പ്രവേശിക്കുന്നുണ്ട്. കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റികൾ ഈ ഓർഡറുകളൊന്നും പാലിക്കാതെ UGC അംഗീകാരമില്ലാത്ത ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇൻവാലിഡായ ഇക്വലൻസി നൽകി വരുന്നുണ്ട്. ഇത് കാരണം അനർഹരായ ലക്ഷക്കണക്കിന് പേർ കേരള PSCയിൽ ജോലിയിൽ കയറുന്നുണ്ട്. ഇതിലെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. PSCയുടെ റൂൾ എന്താണ്? PSC പറഞ്ഞിരിക്കുന്ന റൂൾ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. UGC അംഗീകാരമുള്ള സർവകലാശാലകളിൽ പഠിച്ച ബിരുദം PSC അംഗീകരിക്കുമെന്നാണ്. ഇത് ലീഗൽ പരമായിട്ടുള്ള കാര്യമാണ്, അതിന് യാതൊരു പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, PSC രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതിലാണ് PSCയുടെ ഉഡായിപ്പ് വെളിവാകുന്നത്. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച ഇക്വലൻസി സർട്ടിഫിക്കറ്റ് UGCയെക്കാട്ടും വലിയ സംഭവമാണോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ? കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് 2015 അംഗീകാരമില്ല, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിക്ക് 2017 ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അംഗീകാരമില്ല. ഇതാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ. ഈ യൂണിവേഴ്സിറ്റികൾ തരുന്ന ഇക്വലൻസി എന്ത് പ്രയോജനമാണുള്ളത്? UGC അംഗീകാരമില്ലാത്ത ഇക്വലൻസി എന്തിനാണ്? അതാണ് എൻ്റെ ചോദ്യം. സെൻട്രൽ ഗവൺമെൻറ് ജോലികളായ UPSC, SSC, സദൺ റെയിൽവേ മറ്റ് ജോലികൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറുമ്പോൾ അവിടെ ഇക്വലൻസി അല്ല ചോദിക്കുന്നത്, UGC അംഗീകാരമുണ്ടോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ തരുന്ന ഇക്വലൻസി വെറും തട്ടിപ്പാണ്. വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പോക്കറ്റ് അടിക്കാനുള്ള ഒരു വഴിയാണ് ഇക്വലൻസി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇക്വലൻസി എന്ന പ്രസ്ഥാനം നിർത്തിയതാണ്. അതറിയാത്തവരാണ് ഇക്വലൻസി സെഷനിലിരിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ PSC കേരളത്തിലെ ഇക്വലൻസി തരുന്ന യൂണിവേഴ്സിറ്റികൾ പൂർണ്ണ പരാജയമാണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ പൂർണ്ണ പരാജയമാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകാരമില്ലാത്ത ഇക്വലൻസി കൊടുത്ത്
അനർഹരായവരെ ജോലിയിൽ കയറ്റിവിടുന്നു. ഇത് കാരണം UGC അംഗീകാരമുള്ള വിദ്യാർത്ഥികൾ പുറത്താണ്. അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോൾ നിങ്ങൾ പഠിച്ച കോഴ്സ് ശരിയാണോ, യൂണിവേഴ്സിറ്റി ശരിയാണോ, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ശരിയാണോ, അതെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ 100 ക്വസ്റ്റ്യങ്ങൾ ആണ് അവർ ചോദിക്കുന്നത്. ഓരോരോ മുടന്ത ന്യായങ്ങൾ ചോദിക്കും. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അവരെ ആട്ടി ഓടിക്കും, തെറിയും പറയും. ഇതാണ് അവിടെ നടക്കുന്നത്. UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ആകെ മനസ്സ് തകർന്നുകൊണ്ട് ഇക്വലൻസി തരുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്നും പടിയിറങ്ങും. അവരുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു എന്ന വിഷമത്തോടെ PSCയിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ PSC പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണമെന്നാണ്. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇതാണ് ഉന്നത വിദ്യാഭ്യാസ നിലവാരം എന്ന് മന്ത്രി പറയുന്നത്. UGC അംഗീകാരമില്ലാത്തവർ ഇക്വലൻസി വാങ്ങി ജോലിയിൽ കയറി കൂടുന്നു. UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവർ തെണ്ടിത്തിരിഞ്ഞ് നടക്കും ഏതെങ്കിലും റോഡ് വരാന്തയിൽ. ഈ കേരളത്തിൽ നടക്കുന്ന കാര്യം ഇതാണ്. UGC അംഗീകാരമില്ലാത്തവർ ഇക്വലൻസി വാങ്ങി ജോലിയിൽ പ്രവേശിക്കും. അംഗീകാരമില്ലാത്തവർക്കോ ഗവൺമെൻറ് ജോലിയിൽ മാസം ശമ്പളം ഗവൺമെൻറ് കൊടുക്കും. ഇങ്ങനെ ധാരാളം പേർ ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്നു. എല്ലാം പോട്ടെ, സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന അണ്ണാമല, ഭാരതിയാർ, പെരിയാർ, ഭാരതിദാസൻ, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികൾക്ക് UGC അംഗീകാരമില്ല. കോടതിയിൽ നിന്ന് വിധി പോലും വന്നിട്ടില്ല. വിധി വന്ന് UGC സൈറ്റിൽ വന്നാൽ മാത്രമേ ആ യൂണിവേഴ്സിറ്റികൾക്ക് അംഗീകാരമുള്ളൂ. ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ധാരാളം പേർ അംഗീകാരമില്ലാതെ കേരള ഗവൺമെൻറ് ജോലിയിൽ ഇരിപ്പുണ്ട്. വെറും അംഗീകാരം ഇല്ലാതെ ഇക്വലൻസിയും വാങ്ങി വെറും പേപ്പർ കടലാസിൻ്റെ ബലത്തിൽ, അതായത് ഇൻവാലിഡായ ഇക്വലൻസിയുടെ ബലത്തിൽ. എക്സാമ്പിളായിട്ട് ഒരു ഉദാഹരണം തന്നെ പറയാം. ഭാരതീയർ യൂണിവേഴ്സിറ്റിക്ക് 2015 മുതൽ 2023 വരെ UGC അംഗീകാരമില്ല. കാലിക്കട്ട് സർവകലാശാല ഇൻവാലിഡായ ഇക്വലൻസി ധാരാളം പേർക്ക് നൽകി വരുന്നു. അവരെല്ലാം ജോലിയിൽ പ്രവേശിക്കുന്നുമുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് നെഗറ്റീവ് വിധി വന്നാൽ ജോലിയും പോവും, ശമ്പളവും പോവും, എല്ലാം പോവും. കേരള ഹൈക്കോടതിയിൽ സംരക്ഷണ ഓർഡർ എടുത്തവർക്കും ഈ ഗതി തന്നെയാണ് വരുന്നത്. കേരള ഹൈക്കോടതിയല്ല ഇവിടെ തീരുമാനമെടുക്കുന്നത്, സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിലാണ് കേസ് ഇരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് സംരക്ഷണ ഓർഡർ എടുത്താലേ എല്ലാവർക്കും ഉപയോഗമുള്ളൂ. നിങ്ങൾ കോ വാറന്റോ നിയമത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ തടയുന്ന റിട്ടാണ്. പൊതു താൽപ്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഹർജി ഫയൽ ചെയ്യാം. കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ അനർഹരായിട്ടുള്ള ഒരുപാട് പേര് കേരള PSC വഴി ജോലിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിട്ട് പ്രയോഗിക്കാം, കോടതിയിൽ പോകാം. ഈ റിട്ടിൻ്റെ പേരാണ് കോ വാറന്റോ. ഈ കോ വാറന്റോ നിയമം വെച്ച് നിങ്ങൾക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കും. UGC അംഗീകാരമുള്ള സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കൂടെ ഞാൻ ഇത് പറയുന്നത്.